ചൂണ്ടയ്ക്ക് പോയിട്ടേ ചേട്ടൻ ഒട്ടുമിക്കപ്പോഴും കരിമീൻ കൊണ്ടുവരാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാനൊന്ന് പൊള്ളിച്ച് നോക്കാനായിട്ട് മുതിർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കരിമീൻ വൃത്തിയാക്കി എടുത്തിട്ട് വരഞ്ഞ് അരപ്പൊക്കെ പൊത്തി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയുമാണ് ട്ടോ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി പൊള്ളിക്കാനായിട്ട് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, സവാള, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി ഒന്നും പോവണ്ട. അപ്പോൾ അതാ അപ്പുറത്തെ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അരപ്പ് അത് മാറ്റിയിട്ടുണ്ട്, മീൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, സവാള ഇത്രയും കാര്യങ്ങളിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ എന്നെക്കാളും അടിപൊളിയായിട്ട് യൂട്യൂബിൽ വീഡിയോസ് കണ്ടാണ് ഞാനും ഇത് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നത്. എന്തായാലും സംഭവം നല്ല കിടുവായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ആവശ്യത്തിന് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയോ? അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തേ ഈ ബുദ്ധി ആദ്യം തോന്നിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. സമയമുണ്ട് ദാസം, അങ്ങനെയല്ലേ. അപ്പോൾ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ അരപ്പ് മസാല ആദ്യം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും ഈ മസാലക്കൂട്ട് വെച്ച് കൊത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു തക്കാളി സ്ലൈസസ് മൂന്ന് തക്കാളി വെള്ളി തന്നെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, വാഴയില കെട്ടാനായിട്ട് വള്ളിയൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഇതാക്കി. കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയോ എന്നൊരു സംശയം. എന്നാലും നമ്മുടെ വാഴയില പൊതിഞ്ഞ് കരിമീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് 5 മിനിറ്റ്. അത് കഴിയുക, തിരിച്ചും മറിച്ചും വെച്ചൊന്ന് ഇതാക്കിയെടുക്കാം. എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. എന്താ ടേസ്റ്റ് എൻ്റെ അമ്മോ, അടിപൊളിയായിരുന്നിട്ട്. ആദ്യകൂട്ടൻ അവൻ ഒറ്റയ്ക്ക് മുഴുവൻ വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. പിന്നെ അതിന് കുറച്ച് ഞാൻ അടിച്ചു മാറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.